ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്റർ. ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മൂന്ന് മെറ്റീരിയലിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൂന്ന് മെറ്റീരിയൽ ഇത് 185 രൂപ വില വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലാണ്. ഇത് 290 ഉണ്ട് കേട്ടോ. 290-നാണ് 185 രൂപ വരുന്നത്. ഈ മെറ്റീരിയലിൽ ഞാനിതാ ഇതിലൊരു മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിനെ വെച്ച് ഞാനൊരു കുർത്തി തയ്ച്ചിട്ട് അതെങ്ങനെയാണ് വരുന്നത്, കുർത്തി തയ്ക്കാൻ പറ്റുമോ, അത്രയും നല്ലതാണോ എന്നൊക്കെ ഉള്ളതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അതുപോലെ തന്നെ ഞാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഏതാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ എന്നുള്ളതൊന്ന് സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലേക്കൊരു ഹായ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. അതിനു മുൻപ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഈ മെറ്റീരിയലിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. ഇത് ലൈൻസ് താഴേക്കുള്ള ലൈൻസാണ് വരുന്നത്. ഡീറ്റെയിൽഡായിട്ട് ഇതൊരു ലൈൻസ് വരുന്നത് താഴേക്കാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ളതെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് സൈഡ് പ്ലീറ്റഡ് കുർത്തിയാണ് തയ്ച്ചിരിക്കുന്നത്. സൈഡ് പ്ലീറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ റൗണ്ട് നെക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റൗണ്ട് നെക്ക് ഫ്രണ്ടിൽ താഴെ വരെ നമ്മുടെ കംപ്ലീറ്റ് ലെങ്ത്ത്, നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഞാൻ താഴേക്ക് ലൈൻ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഹൈറ്റ് കുറവുള്ളവർക്ക് ഇങ്ങനെ നമ്മളുടെ ഡിസൈൻ എന്താണോ അതിങ്ങനെ താഴേക്ക് വരുന്ന കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ളതുപോലെ തോന്നും. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ നമ്മുടെ ബാക്കിയുള്ള പോർഷനിൽ വരുന്നത് ഞാൻ റൗണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിസൈൻ ബാക്കി കംപ്ലീറ്റ് ഡിസൈനിലും വരുന്നത് ഇത് നെക്കിൻ്റെ ബാക്ക് പോർഷനാണ്, നെക്കിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്കി സൈഡിൽ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരുന്നത്. ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് റൗണ്ടായിട്ടാണ്. അതായത് വണ്ണം ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ റൗണ്ട്സിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വണ്ണമുള്ള പോലെ തോന്നും. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ കൈ 3/4 കൈയാണ്. 3/4 കൈയാണ്. പിന്നെ കൈയുടെ അറ്റത്ത് ഒരു പടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം അംബ്രല കട്ട്, റൗണ്ട് കട്ടാണ്, സ്ലിറ്റുള്ള ടൈപ്പ് അല്ല ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടല്ലോ അല്ലേ. പിന്നെ ഡിസൈൻ നമുക്ക് എങ്ങനെ വേണേലും വെക്കാം. പിന്നെ ഒരു സജഷൻ ഉള്ളതാണ്, ഇതിൻ്റെ ഡിസൈനിൽ വേണമെങ്കിൽ സെൻറ്റർ പോർഷനിൽ താഴെ വരെ വുഡിൻ്റെ ബട്ടൺ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കുഞ്ഞാവ ഉള്ളതുകൊണ്ടാണ് ബട്ടൺ ഒന്നും വെച്ച് കൊടുക്കാത്തത്. അതൊക്കെ അവർക്ക് കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ബട്ടൺ വെച്ചിട്ടില്ല. പക്ഷേ ഇതിൽ താഴെ വരെ വുഡിൻ്റെ ബട്ടൺ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നും കൂടെ ഉള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ നൈറ്റി മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ കുർത്തിയായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞു. നമ്മുടെ 3/4 കൈയാണ് വെച്ചിരിക്കുന്നത്. കയ്യിലൊരു പടിയൊക്കെ വെച്ചിട്ടുണ്ട്. കഴുത്ത് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഫ്രണ്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈൻസ്, ഈ മെറ്റീരിയലിൻ്റെ ലൈൻസ് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ബാക്കിയുള്ള ഭാഗം നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിലാണ് ലൈൻസ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇതിൽ നിങ്ങൾക്ക് തയ്ക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ഇങ്ങനെ ഇത് ലൈൻസ് താഴേക്ക് വെച്ച് തയ്ക്കുമ്പോൾ നമുക്കൊരു ഹൈറ്റ് വരുന്ന പോലെ തോന്നും. പിന്നെ വണ്ണമൊക്കെ കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈൻസ് വട്ടത്തിൽ വരികയാണെങ്കിൽ കുറച്ച് വണ്ണമുള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാം. ഇതിപ്പോൾ ഒരു 185 രൂപ, അതായത് ഒരു പീസിന് 290 വരുന്ന ഒരു പീസിന് 185 രൂപ വരുന്ന വെറും ഒരു നൈറ്റി മെറ്റീരിയൽ വെച്ച് തയ്ച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ 3 കളർ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മെറ്റീരിയലും ഉണ്ട്. ഈ മെറ്റീരിയലും ഉണ്ട്. ഇത്തരം കളർ കോമ്പിനേഷനാണ്, കളർ വേരിയേഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ വെറും 185 രൂപയ്ക്ക്, അതായത് ഒരു പീസ് 290 വരുന്ന ഒരു പീസിന് വെറും 185 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തി തയ്ക്കാം. ഇത് സൈഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.